മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാണ്ഡം സർഗം 18. വിഭീഷണനെ സ്വീകരിക്കാൻ നിശ്ചയിക്കുന്നത്. സുഗ്രീവൻ, അംഗദൻ, ശരഭൻ, മൈന്ദൻ മുതലായവർ വിഭീഷണനെ സ്വീകരിക്കരുത് എന്ന അഭിപ്രായക്കാരായിരുന്നു. എന്നാൽ വിഭീഷണൻ ധർമ്മിഷ്ഠനാണ്, രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ആഗ്രഹിക്കുന്നവനാണ്. അതിനാൽ അദ്ദേഹത്തെ അംഗീകരിക്കാം എന്നാണ് ഹനുമാൻ പറഞ്ഞത്. ഇതുവരെയുള്ള കഥാഭാഗം 17-ാം സർഗത്തിൽ നാം കേട്ടുകഴിഞ്ഞു. വിഭീഷണനെ സ്വീകരിക്കാൻ നിശ്ചയിക്കുന്ന കഥാഭാഗം 18-ാം സർഗത്തിൽ വിവരിക്കുന്നു. വായുപുത്രൻ്റെ വാക്കുകേട്ട് പ്രസന്നചിത്തനും വിദ്വാനുമായ ശ്രീരാമൻ ഉത്തരം പറഞ്ഞു. എനിക്കും വിഭീഷണനെക്കുറിച്ച് ദൃഢമായ അഭിപ്രായമുണ്ട്. നിങ്ങളെല്ലാവരും അത് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശരണാഗതനായി മിത്രഭാവത്തിൽ വന്നവൻ ദുഷ്ടനാണെങ്കിൽ കൂടി ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കുകയില്ല. സജ്ജനങ്ങൾക്ക് ഇത് സമ്മതവുമാണ്. ശ്രീരാമൻ്റെ വാക്കുകളെക്കുറിച്ച് ആലോചിച്ച ശേഷം സുഗ്രീവൻ പറഞ്ഞു, ഇവൻ രാക്ഷസനാണ്. ദുഷ്ടനോ ശിഷ്ടനോ ആകട്ടെ, ജ്യേഷ്ഠനെ ത്യജിച്ച ഇവൻ എല്ലാവരെയും ത്യജിക്കും. ഇവനെ വിശ്വസിക്കരുത്. വാനരാധിപൻ്റെ വാക്കുകേട്ട് എല്ലാവരെയും നോക്കി ലക്ഷ്മണനോട് രാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശാസ്ത്രങ്ങൾ അധ്യയനം ചെയ്യാതെയും മഹാന്മാരെ സേവിക്കാതെയും സുഗ്രീവൻ പറഞ്ഞതുപോലെ ആർക്കും പറയാൻ സാധ്യമല്ല. എന്നാൽ സൂക്ഷ്മതരമായിട്ട് ഇതിൽ ഒരു കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒരു രാജാവിന് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയത്തിൽ തൻ്റെ ജ്ഞാതികളും അയൽദേശ രാജാക്കന്മാരും അദ്ദേഹത്തിന് വിരോധികളായി പ്രവർത്തിക്കുന്നത് ലോകത്തിൽ പ്രത്യക്ഷമായി കണ്ടുവരുന്നു. വിഭീഷണൻ തന്നെ ദ്രോഹിക്കും എന്നുള്ള വിചാരത്താൽ രാവണൻ ദ്രോഹബുദ്ധി കൈക്കൊണ്ടിരിക്കും എന്നുള്ളതുകൊണ്ട് ഇവൻ ഇവിടെ വന്നതാണ്. അതായത് ജ്ഞാതിരൂപമായ ശത്രുഭയത്തിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ട് ഇവൻ ഇവിടെ വന്നതാണ്. ധർമ്മിഷ്ഠന്മാരായ രാജാക്കന്മാർ മാത്രമേ സതുപദേശം ചെയ്യുന്ന ബന്ധുക്കളെ വിശ്വസിക്കുകയുള്ളൂ. സാധാരണയായി രാജാക്കന്മാർ തങ്ങളുടെ അഭിപ്രായത്തിന് വിരോധമായി ധർമ്മം ഉപദേശിക്കുന്ന ബന്ധുക്കളെ ശങ്കിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും ദുഷ്ടബുദ്ധിയായ രാവണൻ സതുപദേശം ചെയ്ത ഇവനെ ശങ്കിച്ചതിൽ അത്ഭുതമില്ല. വിഭീഷണന് രാജ്യം തനിക്ക് വേണമെന്ന ആഗ്രഹമില്ല. ഉണ്ടെങ്കിൽ കൂടി നാം അവൻ്റെ ജ്ഞാതികളല്ലാത്തതിനാൽ അവന് ശത്രുക്കളല്ല. അതിനാൽ വിഭീഷണനെയും കൂട്ടരെയും സ്വീകരിക്കുന്നത് ശത്രുബല സ്വീകാരമാണെന്ന് വിചാരിക്കാൻ പാടില്ല. രാക്ഷസന്മാരിലും സാത്വിക ബുദ്ധികൾ ഉണ്ടാകാം. അതിനാൽ വിഭീഷണൻ സ്വീകാരയോഗ്യനാണ്. ദുഷ്ടന്മാരും ധർമ്മിഷ്ഠന്മാരും ഒന്നിച്ചിരിക്കുക എന്നതും പ്രയാസമാണ്. ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ അവർ തമ്മിൽ പിണങ്ങുക തന്നെ ചെയ്യും. ഇതുകൊണ്ട് തന്നെയാണ് വിഭീഷണന് ഇപ്പോൾ ഭയം തോന്നുന്നത്. അവൻ്റെ ശബ്ദം കേട്ടാൽ അറിയാം അവൻ ഭയപ്പെട്ടിരിക്കുന്നു എന്ന്. അതിനാൽ അവനെ നമ്മുടെ പക്ഷത്തിൽ ചേർക്കേണ്ടതാണ്. സോദരന്മാരെല്ലാം ഭരതനെ പോലെയല്ല. പിതാക്കന്മാർക്ക് മക്കളെല്ലാം എന്നെ പോലെയുള്ളവരല്ല. സുഹൃത്തുക്കളെല്ലാം സുഗ്രീവനെ പോലെയല്ല. ഇപ്രകാരം കാര്യകാരണസഹിതം പറയപ്പെട്ടിട്ടും ശ്രീരാമന് വല്ല അപകടവും നേരിട്ടേക്കുമോ എന്നുള്ള ഭയം കൊണ്ട് സുഗ്രീവൻ പറഞ്ഞു, രാവണൻ അയച്ച ചാരനാണ് ഈ വിഭീഷണൻ. അവനെ വധിക്കുന്നതാണ് നല്ലത്. ഇവൻ രാവണൻ്റെ അനുജനാണ്. മന്ത്രിമാരോടുകൂടി അവനെ വധിക്കണം. സുഗ്രീവൻ്റെ വാക്യം കേട്ട് ശ്രീരാമൻ പറഞ്ഞു, ഇവൻ ദുഷ്ടനോ ശിഷ്ടനോ രാക്ഷസനോ എന്തായാലും എനിക്ക്
ഒരു തരി പോലും ദ്രോഹം ചെയ്യാൻ അവനാവില്ല. ലോകത്തിലെ പിശാചുക്കളെയും അസുരന്മാരെയും യക്ഷന്മാരെയും ആ രാക്ഷസന്മാരെയും വേണമെന്നുണ്ടെങ്കിൽ വിരൽത്തുമ്പുകൊണ്ട് ഞാൻ നശിപ്പിക്കും. തന്നെ ശരണം പ്രാപിച്ച ശത്രുവിനെ ഒരു കപോതം യഥാന്യായം പൂജിക്കുകയും സ്വന്തം മാംസം കൊണ്ട് സൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. യദൃച്ഛയാ വന്നു ചേർന്ന ഭാര്യാപഹാരിയായ അവനെ ആ കപോതം സ്വീകരിച്ചു. ധർമാധികാരശൂന്യനായ തിര്യക്കായ കപോതം ശരണാഗത സംരക്ഷണ ധർമ്മം കൈക്കൊണ്ടിരിക്കെ എന്നെപ്പോലെയുള്ളവൻ സ്വീകരിക്കാതിരുന്നാൽ ധർമ്മമായിരിക്കുമോ? പണ്ട് കണ്വ മഹർഷിയുടെ പുത്രനായ കണ്ടു എന്ന മുനിശ്രേഷ്ഠൻ ചൊല്ലിയ ഉത്തമധർമ്മത്തെ ഉപദേശിക്കുന്ന ഒരു ഗാഥ കേട്ടോളൂ. ശത്രുവാണെങ്കിലും കൈകൂപ്പി നിസ്സഹായനായി യാചിച്ച് ശരണം പ്രാപിച്ചവനെ ഒരിക്കലും കൈവെടിയരുത്. ഭയം കൊണ്ടോ മോഹം കൊണ്ടോ കാമം കൊണ്ടോ അവനെ സ്വശക്തിക്കനുസരിച്ച് യഥാന്യായം രക്ഷിക്കാതിരുന്നാൽ ആ കുറ്റം ലോകരാൽ നിന്ദിക്കപ്പെടും. രക്ഷിക്കാൻ ശക്തനായ അവൻ നോക്കിക്കൊണ്ടിരിക്കെ ശരണാഗതൻ രക്ഷിക്കപ്പെടാത്തവനായി ആപത്തിലകപ്പെട്ടാൽ രക്ഷ നൽകാത്തവൻ്റെ സുഹൃതം മുഴുവൻ ക്ഷയിച്ചു പോകും. ശരണാഗതരെ രക്ഷിക്കാഞ്ഞാൽ ഇങ്ങനെ വലിയ ദോഷമുണ്ട്. സ്വർഗം കിട്ടില്ല, കീർത്തി നശിക്കും, ബലവീര്യങ്ങൾ ഇല്ലാതാവും. ഇക്കാര്യത്തിൽ കണ്ടു മഹർഷിയുടെ ഉത്തമമായ ഉപദേശത്തെ ഞാൻ യഥാർത്ഥമായി അനുഷ്ഠിക്കുന്നതാണ്. അത് ധർമ്മിഷ്ഠവും യശസ്കരവും യഥാകാലം സ്വർഗദായകവും ആയിരിക്കും. കഷ്ടത്തിലകപ്പെട്ടവനായി തവ അസ്മി, അടിയൻ അവിടുത്തെയാണ് എന്ന് യാചിക്കുന്ന ഒരുവന് സകല ജീവജാലങ്ങളിൽ നിന്നും അഭയം ഞാൻ നൽകുന്നതാണ്. ഇത് എൻ്റെ വ്രതമാകുന്നു. ഞാൻ ഇവന് അഭയം നൽകിയിരിക്കുന്നു. സുഗ്രീവ, വിഭീഷണനാകട്ടെ അഥവാ സ്വയം രാവണൻ തന്നെയാകട്ടെ, ആരായാലും അവനെ കൂട്ടിക്കൊണ്ടുവന്നാലും ശ്രീരാമൻ്റെ വാക്ക് കേട്ട് വാനരാധിപനായ സുഗ്രീവൻ മറുപടി പറഞ്ഞു. സത്വഗുണം മൂർത്തീഭവിച്ചവനായി ധർമ്മമാർഗത്തിൽ സ്ഥിതനുമായ അങ്ങയുടെ ശ്രേഷ്ഠമൊഴിയിൽ ആശ്ചര്യപ്പെടാൻ ഒന്നും തന്നെയില്ല. വിഭീഷണൻ ശുദ്ധനാണ് എന്ന് എൻ്റെ അന്തരാത്മാവും അറിയുന്നു. അതുകൊണ്ട് രാമ, മഹാബുദ്ധിമാനായ വിഭീഷണൻ നമ്മോട് സമനാവട്ടെ, നമ്മുടെ സഖ്യവും നേടട്ടെ. സുഗ്രീവൻ പറഞ്ഞ വാക്ക് കേട്ട് ശ്രീരാമൻ വിഭീഷണനുമായി സഖ്യം ചെയ്തു. 18-ാം സർഗം അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ.